നമസ്കാരം. 2025 മലയാള സിനിമയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വർഷം എന്നതിനേക്കാൾ ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണം പറയാൻ. ഉള്ളടക്കത്തിൽ ധൈര്യവും അവതരണത്തിൽ പരീക്ഷണങ്ങളും ഒരുമിച്ച് വന്ന വർഷം. വലിയ താരചിത്രങ്ങളും ചെറുബജറ്റ് സ്വതന്ത്ര സിനിമകളും തമ്മിലുള്ള അതിരുകൾ മങ്ങി തുടങ്ങിയതും അഭിനേതാക്കളെക്കാൾ കഥകൾക്ക് മുൻതൂക്കം കിട്ടിയതും 2025 പ്രത്യേകതകളായി മാറി. പ്രേക്ഷകർ തിയേറ്ററിലും OTT-യിലും ഒരുപോലെ ശക്തമായി പ്രതികരിച്ചു. സിനിമയെ വെറും വിനോദമല്ല, സംവാദമാക്കുന്ന സമീപനം വ്യാപകമായി എന്ന് വേണമെങ്കിലും പറയാം. 2025 മലയാള സിനിമയ്ക്ക് ഒരു വിജയകരമായ വർഷമായി മാറി. നിരവധി സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി മാറി. പുതിയ താരങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി. ആശയത്തിലും അവതരണത്തിലും വിപണിയിലും മലയാള സിനിമ പുതിയ ഉയരങ്ങളിലേക്ക് ചുവടുവെച്ച വർഷമാണ്. ഒരു കാലത്ത് ചെറിയ ഇൻഡസ്ട്രി എന്ന നിലയിൽ മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന മലയാള സിനിമ 2025 പാൻ ഇന്ത്യയും ആഗോളവുമായ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. വൻ ബജറ്റ് സിനിമകളും ചെറുതെങ്കിലും ശക്തമായ കഥാപാത്രമുള്ള ചിത്രങ്ങളും ഒരുപോലെ വിജയം കണ്ടത് ഈ വർഷത്തിന്റെ പ്രത്യേകതകളായി മാറി. മെഗാ താരങ്ങളും യുവതാരങ്ങളും ഒരേ വേദിയിൽ ശക്തമായി നിലകൊണ്ട വർഷം കൂടിയായിരുന്നു 2025. 2025 പുറത്തിറങ്ങിയ സിനിമകൾ മലയാള സിനിമയുടെ വൈവിധ്യവും ആത്മവിശ്വാസവും തുറന്നുകാട്ടി. മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയും പൃഥ്വിരാജ് എന്ന സംവിധായകനും ഒന്നിച്ചപ്പോൾ എമ്പുരാൻ ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ ആക്ഷൻ മഹാകാവ്യമായി മാറി. കഥാപരവും സാങ്കേതികവുമായ മികവിലൂടെ എമ്പുരാൻ മലയാള സിനിമയുടെ വിപണി പരിധി വ്യാപിപ്പിച്ചു. ആക്ഷനും രാഷ്ട്രീയവും നിറഞ്ഞ സിനിമകളുടെ തിരക്കിനിടയിൽ വികാരങ്ങൾക്ക് മുൻഗണന നൽകിയ തുടരും കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും മലയാളികളുടെ മനസ്സിൽ നൊസ്റ്റാൾജിയ ഉണർത്തി. മലയാളത്തിലെ സൂപ്പർ ഹീറോ സിനിമകൾക്ക് യഥാർത്ഥ തുടക്കം കുറിച്ച ചിത്രവും വ്യത്യസ്ത കഥാതന്തു അവതരിപ്പിക്കപ്പെട്ട സിനിമയുമായിരുന്നു ചാപ്റ്റർ 1 ചന്ദ്ര. യുവതലമുറയെ ആകർഷിക്കുന്ന ദൃശ്യഭംഗിയും കഥാപാത്രങ്ങളും ലോകയെ ഒരു ട്രെൻഡ് സെറ്ററാക്കി മാറ്റി. ഡൈസിറെ, ആലപ്പുഴ ജിംഖാന, കളംകാവൽ, രേഖാചിത്രം പോലുള്ള സിനിമകൾ തെളിയിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു ഫോർമുലയിൽ ഒതുങ്ങേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. ഹൊറർ, സ്പോർട്സ്, അന്വേഷണാത്മക, ത്രില്ലർ, മിസ്റ്ററി, ഡ്രാമ എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ പ്രേക്ഷക അംഗീകാരം നേടിയ വർഷമായി കഴിഞ്ഞു പോകുന്നു. കളങ്കാവലിൽ മമ്മൂട്ടി തികച്ചും വേറിട്ടൊരു ഊർജം തിയേറ്ററിൽ കൊണ്ടുവന്നു. അപ്രതീക്ഷിത എലമെന്റുകൾക്കൊപ്പം അവതരണവും ക്യാമറ പ്രയോഗവും യുവ പ്രേക്ഷകരെ പോലും ആകർഷിച്ചു. മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആന്തരിക സംഘർഷം പലരും വർഷത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി വിലയിരുത്തി. ഫഹദ് ഫാസിൽ 2025 വീണ്ടും തന്റെ അഭിനയ വൈവിധ്യം തെളിയിച്ചു. പുഷ്പ 2 പോലുള്ള പാൻ ഇന്ത്യ പ്രൊജക്ടുകളുടെ ഭാഗമായിരുന്നെങ്കിലും മലയാളത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ചെറുചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടി. സാമൂഹിക സമ്മർദ്ദവും മാനസിക സംഘർഷങ്ങളും കൈകാര്യം ചെയ്ത ഒരു കഥാപാത്രം അവതരിപ്പിച്ച ചിത്രം ഫഹദിനെ വീണ്ടും മികച്ച നടനുള്ള അവാർഡ് ചർച്ചകളിലേക്ക് പോലും കൊണ്ടുവന്നു. അതുപോലെ ടൊവിനോ തോമസ് അഭിനയിച്ച അജയന്റെ രണ്ടാം മോഷണം ജനപ്രിയതയും കലാമൂല്യവും ഒരുമിച്ച് കൈവരിച്ച അപൂർവ ചിത്രങ്ങളിൽ ഒന്നായി മാറി. കാലഘട്ടം മാറി മാറി പോകുന്ന കഥാസന്ദർഭത്തിൽ ടൊവിനോ നടത്തിയ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ അഭിനയം എത്രത്തോളം കഠിനാധ്വാനമാണെന്നത് ഓർമ്മിപ്പിച്ചു. സ്ത്രീകേന്ദ്ര കഥാപാത്രങ്ങൾ 2025 മലയാള സിനിമയിൽ കൂടുതൽ ശക്തമായി. പാർവതി തിരുവോത്തും ഉർവശിയും മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് OTT-യിൽ വലിയ ചർച്ചയായ ചിത്രം. സ്ത്രീയുടെ ആത്മസംഘർഷങ്ങളും സാമൂഹിക നിയന്ത്രണങ്ങളും അതിവൈകാരികതയില്ലാതെ അവതരിപ്പിച്ചു. നിമിഷ സജയൻ, അന്നാബെൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയ നടിമാർക്ക് ഈ വർഷം ലഭിച്ച കഥാപാത്രങ്ങൾ അവരുടെ കരിയറിലെ നിർണായക ഘട്ടങ്ങളായി. പ്രത്യേകിച്ച് നിമിഷ സജയന്റെ ഒരു ഗ്രാമീണ കഥാപാത്രാവതരണം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ സാധ്യതാ പട്ടികയിൽ ശക്തമായി ഇടം പിടിച്ചു. പുതുമുഖ സംവിധായകർ 2025 സവിശേഷമാക്കി. കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ചെങ്കിലും ഉള്ളടക്കത്തിൽ സമൃദ്ധമായ നിരവധി ചിത്രങ്ങൾ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. IFFK, ബുസാൻ, റോട്ടർഡാം തുടങ്ങിയ വേദികളിൽ മലയാള സിനിമയുടെ സാന്നിധ്യം ശക്തമായി. മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മതകൾ പറഞ്ഞ ഒരു സ്വതന്ത്ര ചിത്രം അന്താരാഷ്ട്ര നിരൂപകരുടെ ശ്രദ്ധ നേടി. മലയാള സിനിമ ഇപ്പോൾ ഏഷ്യൻ സിനിമകളിലെ ഏറ്റവും സാഹസിക ശബ്ദങ്ങളിൽ ഒന്നാണെന്ന അഭിപ്രായം വരെ ഉയർന്നു. സാങ്കേതിക മേഖലയിൽ 2025 വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പശ്ചാത്തല സംഗീതത്തിലും ശബ്ദ രൂപകൽപ്പനയിലും പരീക്ഷണങ്ങൾ നടന്നു. JX ബിജോയിയും സുഷിൻ ശ്യാമും ഒരുക്കിയ സംഗീതം ചില ചിത്രങ്ങളുടെ കഥകളുടെ ഭാഗമെന്ന നിലയ്ക്ക് പോലും പ്രവർത്തിച്ചു. ഛായാഗ്രഹണത്തിൽ അനന്ത C ചന്ദ്രനും മനീഷ് മാധവനും പോലുള്ളവർ പ്രകൃതി സൗന്ദര്യവും നഗരത്തിന്റെ ക്രൂരതയും ഒരുപോലെ ക്യാമറയിൽ പകർത്തി. VFX ഉപയോഗം കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിതമായി വന്നതും ശ്രദ്ധേയമാണ്. OTT റിലീസുകൾ 2025 തിയേറ്റർ റിലീസുകളെ പോലെ തന്നെ പ്രാധാന്യമർഹിച്ചു. ചില സിനിമകൾ നേരിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എത്തി വലിയ ചർച്ചകൾ സൃഷ്ടിച്ചു. പ്രേക്ഷകർ ഉള്ളടക്കത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ചിന്ത ആവശ്യപ്പെടുന്ന സിനിമകളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഈ വർഷം തെളിയിച്ചു. ക്രൈം, സൈക്കോളജിക്കൽ ഡ്രാമ, സോഷ്യൽ സാറ്റയർ എന്നീ വിഭാഗങ്ങളിൽ വന്ന ചിത്രങ്ങൾ ദീർഘകാല സംവാദങ്ങൾക്ക് കാരണമായി.
അവാർഡ് രംഗത്തെ 2025 കടുത്ത മത്സര വർഷമായിരുന്നു. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, നടി എന്നീ വിഭാഗങ്ങളിൽ ഒരൊറ്റ പേര് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയല്ലായിരുന്നു. ജൂറി തിരഞ്ഞെടുപ്പുകൾ ചർച്ചകൾക്ക് വഴിവെച്ചെങ്കിലും മൊത്തത്തിൽ അവാർഡുകൾ മലയാള സിനിമയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നതായാണ് വിലയിരുത്തപ്പെട്ടത്. യുവതാരങ്ങൾക്കും പുതുമുഖങ്ങൾക്കും ലഭിച്ച അംഗീകാരം ഭാവിക്കുള്ള നല്ല സൂചനയായി. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ദാദാ ഫാൽക്കെ അവാർഡ് നേടിയത് മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച അവസരം കൂടിയായി. ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടതും ഈ വർഷത്തിന്റെ യാഥാർത്ഥ്യമാണ്. വലിയ ബജറ്റും താരനിരയും ഉണ്ടായിട്ടും ഉള്ളടക്ക ദൗർബല്യം കാരണം ചില സിനിമകൾ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു. എന്നാൽ അതും ആരോഗ്യകരമായ ഒരു മാറ്റത്തിന്റെ ഭാഗമായാണ് പലരും കണ്ടത്. ഒടുവിൽ 2025 മലയാള സിനിമയ്ക്ക് ഒരു വഴിത്തിരിവായിരുന്നു. താരമഹത്വം മാത്രം പോരാ, കഥയും അവതരണവും ആത്മാർത്ഥതയും വേണമെന്ന് ഈ വർഷം വീണ്ടും ഉറപ്പിച്ചു. പ്രാദേശികതയിൽ ഉറച്ചുനിന്ന് ആഗോളതലത്തിൽ സംസാരിക്കുന്ന സിനിമകൾക്ക് മലയാളം ഒരു സ്ഥിരം വേദിയായി മാറും. ഈ വർഷം കണ്ട പരീക്ഷണങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ചേർന്ന് അടുത്ത വർഷങ്ങളിലേക്കുള്ള ഒരു ശക്തമായ അടിത്തറയാണ് ഉണ്ടാക്കിയത്. ചുരുക്കത്തിൽ മലയാള സിനിമ ജീവിക്കുന്ന, ശ്വസിക്കുന്ന, മാറുന്ന ഒരു കലാരൂപമാണെന്ന ബോധ്യം 2025 നമുക്ക് സമ്മാനിച്ചു എന്ന് പറയാം.